പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാനീശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഞാനൊരു ഇടവകയിൽ വികാരിയായിരുന്നപ്പോൾ ആ ഇടവകയിലെ അന്നത്തെ കാലത്തെ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകൊച്ചിൻ്റെ ഇപ്പോൾ വിവാഹമായ ആ അവസരത്തിൽ ഞാൻ വീട്ടിൽ ചെല്ലുകയുണ്ടായി. ഞാൻ അന്ന് ഈ കുഞ്ഞിനെ ആഘോഷമായി ഈശോയെ സ്വീകരിക്കുവാൻ ഒരുക്കിയതാണ്. കുറേ ദിവസങ്ങളെ ആ മകൾക്ക് വേണ്ടി മാത്രമല്ല, ആ ഗ്രൂപ്പുകൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി സമയം മാറ്റിവെച്ചതാണ്. ആ കൊച്ചിൻ്റെ വിവാഹത്തിൻ്റെ കർമ്മങ്ങൾക്കായിട്ട് പങ്കുചേർന്നപ്പോൾ പഴയ ആ ഓർമ്മ, അല്ലെങ്കിൽ ആഘോഷമായി ഈശോയെ സ്വീകരിക്കാൻ ഒരുക്കിയ ഓർമ്മ ആ മകളെ എന്നോട് പങ്കുവെക്കുകയായിരുന്നു. അവളെ ഒരുക്കിയ നിമിഷത്തിൽ, അവൾ തയ്യാറാക്കിയ നിമിഷത്തിൽ, അവർ ഈശോയെ സ്വീകരിച്ച നിമിഷം അത് ഇന്നും ഓർമ്മിക്കുന്നുവെന്നും അന്നേ ദിവസത്തെ ഈശോയുടെ അനുഗ്രഹം ഒരിക്കലും മറക്കാനാവുകയില്ലെന്നും അവൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നും ഈശോയെ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന, അല്ലെങ്കിൽ ഇന്ന് വിവാഹം എന്ന കുദാശയിലൂടെ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുന്ന അവൾക്ക് അതെന്നും ഓർമ്മയായിരുന്നു. സെറനേവൂസ് പറയുന്നുണ്ട്, ദിവ്യകാരുണ്യത്തിലൂടെ ഭൗതികമായ അപ്പവും വീഞ്ഞും സ്വർഗീയമാകുന്നത് പോലെ നശ്വരനായ മനുഷ്യൻ അനശ്വരനായി മാറുന്നു. അത് ചെറുപ്രായത്തിലെ ഈശോയോടുള്ള ബന്ധം, ഈശോയെ ആഘോഷമായി സ്വീകരിക്കാൻ ഒരുക്കുന്ന സമയങ്ങളിലൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ, അവരുടെ സിസ്റ്റേഴ്സൊക്കെ എത്രമാത്രം അതിന് പരിശ്രമിക്കുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ കാര്യങ്ങൾ മനുഷ്യ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. ഫാദർ ഗബ്രിയേൽ അമ്മക്ക് പറയുകയാണ്, സകല പിശാചുക്കളും ഭയപ്പെടുന്ന ഒന്നാണ് പരിശുദ്ധ കുർബാനയിലെ ദിവ്യ സാന്നിധ്യം. അതെ, ദിവ്യകാരണത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ എല്ലാ തിന്മകളും എല്ലാ പിശാചുകളും ഈ ദേശത്തു നിന്നും ഒക്കെ അകന്നു പോകും. ഇവാനിയോസ് തിരുമേനി പറയാറുണ്ട്, പരിശുദ്ധ കുർബാനയിൽ നീ കാണിക്കുന്ന അവസാനമില്ലാത്ത സ്നേഹത്തെ ഞങ്ങൾ തിരിച്ചറിയേണ്ടതിനായി നീ ഞങ്ങൾക്ക് ബുദ്ധി തരണമെന്ന്. എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവ്യകാരണത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ, അതിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച്, അതിൻ്റെ മഹിമയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളെ ദിവ്യകാരന്റെ നാഥൻ തന്നെ നമുക്ക് പങ്കുവെച്ചു തരണം. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായം 11-ാം തിരുവചനം, പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരിലൂടെയും, മാതാപിതാക്കന്മാരിലൂടെ, ഗുരുഭൂതരിലൂടെ, പുരോഹിതരിലൂടെ, സിസ്റ്റേഴ്സിലൂടെ ഒക്കെ ദൈവം തൻ്റെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യണം. അത് ചെയ്യണമെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. എല്ലാവരെയും ദിവ്യകാരണനാഥൻ ആശീർവദിക്കട്ടെ. ദിവ്യകാരണനാഥ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അങ്ങ് കൃപ ചൊരിയുന്നുണ്ട്. ഞങ്ങളെ അവിടുന്ന് കൈപിടിച്ചുയർത്തുന്നുണ്ട്. ആവശ്യമായതെല്ലാം പുരോഹിതരിലൂടെ നൽകുന്നുണ്ട്. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും ദിവ്യകാരണത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ആ പ്രവൃത്തിയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.